എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു അടിപൊളി വണ്ടിയായിട്ടാണ് വന്നത്. പക്ഷേ നമ്മൾ വണ്ടി വന്ന് ഇവിടെ പെയിൻ്റൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ നമ്മൾ പ്രൈമറി ആയിട്ടൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് വീഡിയോ ചെയ്യുക. അപ്പോൾ നമ്മൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് നല്ലൊരു മഴ പെയ്തു. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഈ വണ്ടി മിസ് ചെയ്യാൻ തോന്നിയില്ല, അത് പിന്നെ വന്നെടുക്കാം എന്ന് തോന്നിയില്ല. അതുകൊണ്ട് ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഈ മഴയത്ത് നിന്ന് നമ്മൾ വണ്ടിയുടെ വീഡിയോ അങ്ങ് ചെയ്യുവാണ്. വണ്ടി ഫുൾ കമ്പനി ഒറിജിനൽ പെയിൻ്റാണ്. ഓൾറെഡി എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് ഞാൻ നേരത്തെ തന്നെ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് രാവിലെ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഈ വണ്ടി ഒന്നും കൂടെ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് എന്നാൽ പിന്നെ വീഡിയോ ചെയ്തേക്കാം. നമുക്ക് ഇതുപോലെയുള്ള ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഫുൾ പ്രോപ്പർ കമ്പനി സർവീസിൽ പോകുന്ന വണ്ടികൾ കിട്ടുന്ന വളരെ കുറവാണ്. അപ്പോൾ നേരിട്ട് വണ്ടിയുടെ ഡീറ്റെയിലേക്ക് ഞാൻ പോവുകയാണ്. ഇത് 2018 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും വന്നിട്ടില്ല. ഈ വാഹനത്തിൽ ഒരു ഗ്ലാസ് പോലും മാറിയിട്ടില്ല. ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ 2018 ഒറിജിനൽ ഗ്ലാസ്സാണ് ഇത് കിടക്കുന്നത്. ഇത് ഓടിയിരിക്കുന്നത് 1,15,000 അതും ഫുൾ കമ്പനി സർവീസിൽ പോയിരിക്കുന്നതാണ്. ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത് 1,14,000 1000 കിലോമീറ്റർ മുമ്പാണ് ഇതിൽ സർവീസ് ചെയ്തിട്ടുള്ളത്. ഇൻഷുറൻസ് വാലിഡ് ആണ്. 4 ടയറും പുതിയതാണ്. 2024 6 മാസം മാനുഫാക്ചറിങ്ങിലുള്ള പുതിയ 4 ടയറാണ് കിടക്കുന്നത്. മഴ പെയ്യുന്നുണ്ട്, എന്നാലും ഈ വണ്ടിയുടെ വീഡിയോ ചെയ്തിട്ടേ പോകുമെന്നുള്ള ഒരു വാശിയിൽ നിന്നങ്ങ് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ ഓരോ സൈഡും പരിചയപ്പെട്ട് പോകാം. മഴയൊന്ന് കുറഞ്ഞോട്ടെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നങ്ങ് വീഡിയോ ചെയ്യുകയാണ്. ചെറിയ ചാറ്റൽ മഴ ഉണ്ടാവും, സന്തോഷത്തോടെ അങ്ങ് ചെയ്യുവാണ്. അപ്പോൾ വണ്ടിയുടെ ഈ ബോഡി ലൈനിൽ ഇവിടെ യാതൊരു പ്രശ്നമില്ല. ഈ ഫെൻഡറിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. 100% ഗ്യാരണ്ടിയോട് തന്നെ പറയുവാണ്. ഫ്രണ്ട് ഗ്ലാസ് ഉൾപ്പെടെ എല്ലാം ഒറിജിനൽ തന്നെയാണ്. യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇതിൻ്റെ ഈ ഉൾവശത്തേക്ക് വരുമ്പോൾ ഈ മഴക്കാറിൻ്റെതായ ഒരു ചെറിയ പ്രശ്നം കാണും. എന്നാലും നമുക്ക് ഇവിടുത്തെ പേസ്റ്റിംഗ് ഒക്കെ കൃത്യമായിട്ട് കാണാം. കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ്. ഡോർപാടെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മേൽവശത്തെ പഞ്ചിങ് മാർക്കുകളിലേക്ക് പോകുമ്പോൾ നല്ല ടൈറ്റാണ്. ഇവിടുത്തെ പഞ്ചിങ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ്. ഈ സൈഡിലത്തെ ഈ പില്ലറിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും പഞ്ചിങ് മാർക്കുകളെല്ലാം തന്നെ കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് 1,00,000 കിലോമീറ്റർ ഓടിയതാണ് എന്നും തോന്നത്തില്ല. അത്രയും ക്വാളിറ്റി വണ്ടിയാണ്. ഈ ഭാഗത്തെയും പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ്. യാതൊരു വിധത്തിലുള്ള റീവർക്കുകൾ ഇതിൽ ചെയ്തിട്ടില്ല. ഈ ഭാഗത്തെല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഈ വണ്ടി എടുക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എടുക്കുക, വണ്ടി ഡീസൽ അടിച്ച് ഓടുക. അത്രയും ക്ലീനായിട്ട് ലാസ്റ്റ് സർവീസ് വരെ ചെയ്ത് കിടക്കുവാണ്. പുതിയ 4 ടയർ കിടപ്പുണ്ട്. ഈ ഭാഗത്തെയും പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം. കമ്പനി ഒറിജിനൽ പഞ്ചിങ് ആണ്. പുതിയ ടയർ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ ഇത്. ഈ ഭാഗത്തെയും പഞ്ചിങ് മാർക്കുകളെല്ലാം കൃത്യമാണ്. ഇൻറ്റീരിയർ പോലും ഒന്ന് പോളിഷ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട. വണ്ടി അത്രയും കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. ഒരു സ്ഥലത്തും റീപെയിൻറ്റ് കയറിയിട്ടില്ല. ഞാൻ പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്താണ്. എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനലാണ്. ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ബോഡി ലൈൻ എല്ലാം നല്ല ക്ലീനാണ്. ടൈൽ ലൈറ്റിലേക്ക് വരുമ്പോഴത്തേനും പുറകിലത്തെ ടൈൽ ലൈറ്റുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ക്രാക്കോ ഒന്നും തന്നെ വന്നിട്ടില്ല. മഴ ആയതുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോകുന്നതാണ്. വണ്ടി നനഞ്ഞ് കിടക്കുന്നത് കാണാൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്കിനി വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എന്നാലും നമ്മളുള്ള വെളിച്ചത്തിൽ നല്ലൊരു കാലാവസ്ഥയിൽ നിന്ന് ചെയ്യുവാണ്. നമുക്കിത് ബൂട്ടും തുറന്ന് കാണാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ എല്ലാം പേസ്റ്റിങ് കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ് കിടക്കുന്നത്. മഴ പെയ്തതുകൊണ്ടുള്ള ഒരു വെളിച്ചക്കുറവുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. നമുക്കിത് മിസ് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഭാഗത്തേക്ക് പഞ്ചിങ്ങുകളെല്ലാം കമ്പനി ഒറിജിനൽ തന്നെയാണ് കിടക്കുന്നത്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് താഴെയും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. പഞ്ചിങ് എല്ലാം കൃത്യമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. ഈ വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഒരു ഭാഗത്തും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. റീപെയിൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. ബോഡി ലൈൻ എല്ലാം ക്ലീൻ ആണ്. ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ്. ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി പേസ്റ്റിങ് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ്. യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഡോർപാടുകളെല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ്. ഇനി മേൽവശത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കുകയാണെങ്കിൽ അതും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം. ഈ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് കൃത്യമായിട്ട് കാണാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ പൊതുവേ നല്ല ഡിമാൻഡുള്ള ഒരു കളറാണ് ഈ ഗാർണറ്റ് റെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും പേസ്റ്റിങ് കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും കാണാം. ഡോർ പാഡുകളും സ്വിച്ചുകളും എല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്.
ഇനി ഈ ഭാഗത്തെ പഞ്ചിങ് മാർക്കുകൾ നമുക്കൊന്ന് കാണാം. ഈ ഭാഗത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. താഴ്വശത്തേക്ക് വരുമ്പോൾ താഴത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് എല്ലാം കൃത്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല, റീപെയിൻറ്റ് വന്നിട്ടില്ല, യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ബോണറ്റിൻ്റെ മുകളിലേക്ക് വരുമ്പോഴത്തേനും ബോണറ്റിലും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഈ മേൽഭാഗത്ത് 1-2 സ്ഥലത്ത് ചെറിയ സ്ക്രാച്ച് വന്നിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ വേറെ യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റ് ചെയ്തിട്ടില്ല. നമുക്കിനി ബോണറ്റ് തുറക്കാം. ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം. പഞ്ചിങ് മാർക്കുകളെല്ലാം കൃത്യമാണ്. പുതിയ ബാറ്ററിയാണ് ഇതിലിരിക്കുന്നത്. ഇനി ഈ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ കാണാവുന്നതാണ്. എൻജിൻ റൂമൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഞാനിപ്പോൾ എൻജിൻ്റെ ഇത്ര അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം അത്രയും ഹൈലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായ സൈലൻസ് ഈ വണ്ടിക്കുണ്ട്. പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്സിൽ പോയിരിക്കുന്ന വാഹനമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വണ്ടി സർവീസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓയിൽ നിങ്ങൾക്ക് കാണാം എത്രയും പുതിയ ഓയിലാണ് ഇത് കിടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. വാഹനത്തിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഈ സ്റ്റിയറിങ്ങിൻ്റെ ഇവിടെയൊക്കെ ചെറിയ 1-2 ക്രാക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എ സിയുടെ വെൻറ്റിൽ യാതൊരു വിധത്തിലുള്ള പൊട്ടലും വന്നിട്ടില്ല. നോർമലി ഇന്നോവ ക്രിസ്റ്റകളിലും ഫോർച്യൂണറുകളിലും വരുന്നത് ഈ സ്റ്റിയറിങ്ങിൻ്റെ ക്രാക്കും എ സി വെൻറ്റിൻ്റെ ക്രാക്കും വരാറുണ്ട്. ഇത് ഈ വാഹനത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. സീറ്റുകളൊക്കെ ഒറിജിനൽ കമ്പനി ലെതർ സീറ്റുകളാണ്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും സംഭവിച്ചിട്ടില്ല. സെൻട്രൽ കൺസോൾ ആണെങ്കിലും നല്ല വൃത്തിയിൽ തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുറകു നിര സീറ്റുകൾ കൂടെ പരിചയപ്പെടാം. പുറകിലത്തെ നിര സീറ്റുകളിലേക്ക് വരുമ്പോഴും ആ സീറ്റുകളും വളരെ വൃത്തിയിൽ തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഇച്ചിരി വെളിച്ചക്കുറവുണ്ട്, അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട്. യാതൊരു വിധത്തിലുള്ള വർക്കുകളും ഈ സീറ്റുകളിലൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇൻറ്റീരിയർ എല്ലാം വളരെ വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ടോപ്പിലേക്ക് വരുമ്പോൾ ടോപ്പും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. നമ്മൾ എടുത്ത് വണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡീസൽ അടിച്ച് അത്രയും നല്ല ക്ലീൻ ആയിട്ടാണ് ഈ വാഹനം സൂക്ഷിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ടയറിൻ്റെ ഒന്നും കറക്റ്റ് ആ ത്രെഡിൻ്റെ ഭാഗമൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റാത്തത്. 2024 മാനുഫാക്ചറിങ്ങിലുള്ള ഗുഡിയറിൻ്റെ 4 പുതിയ ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. സ്റ്റെപ്പിനിയുടെ ഭാഗമാണ്. സ്റ്റെപ്പിനി അൺയൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. നാട്ടിൽ നിന്ന് വിളിക്കുന്ന പല ആളുകളും വാഹനം എടുക്കാൻ ആഗ്രഹമുണ്ടെന്നാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഫണ്ട് അറേഞ്ച് ആയിട്ടില്ല, നമുക്ക് അല്ലെങ്കിൽ ഫണ്ട് അറേഞ്ച് ചെയ്ത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടുമോ എന്നൊക്കെ എപ്പോഴും സംശയം ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ലോൺ ചെയ്യുന്നുണ്ട്. ലോൺ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ലോൺ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ലോൺ കിട്ടും. നിങ്ങളുടെ സിബിലിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ നിങ്ങളുടെ ID പ്രൂഫ്, ആധാർ കാർഡിൻ്റെയും പാൻ കാർഡിൻ്റെയും കോപ്പി നമുക്ക് അയച്ചു തരിക. നമ്മൾ തരുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് എത്ര രൂപ വരെ ലോൺ എലിജിബിലിറ്റി ഉണ്ട്, ഇതെല്ലാം നോക്കിയിട്ട് അവർ നിങ്ങൾക്ക് വേണ്ട ലോണിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരും. നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് 1-2 വണ്ടികൾ നമ്മൾ ലോൺ ചെയ്തു. അതിൻ്റെയൊക്കെ ലോൺ അപ്രൂവൽ അതിൻ്റെയൊക്കെ NOCക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ ഈ ആഴ്ച നമുക്ക് കിട്ടും, വരുന്ന ആഴ്ചകളിൽ. അപ്പോൾ നമുക്ക് അതിനുള്ള സമയവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ലോൺ എടുക്കാൻ താല്പര്യമുള്ളവരും നമ്മളോട് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. വളരെയധികം സമയമെടുത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ വണ്ടിക്കകത്ത് വെയിറ്റ് ചെയ്ത് എന്താണേലും ഇന്ന് ഈ വാഹനത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടേ പോകുന്നുള്ളൂ. അത്രയും നല്ല വണ്ടിയാണ്. ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവരായിട്ടൊന്ന് സംസാരിച്ച് ഒന്നും കൂടെ നേരിട്ട് കണ്ട് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് പോകാം. കാരണം ഈ വണ്ടിയുടെ വീഡിയോ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വണ്ടി വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ക്വാളിറ്റി എന്നാണെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കുമെന്നൊരു സംശയം വന്നു. എന്നാൽ പിന്നെ ഇതിൻ്റെ വീഡിയോ ചെയ്തേക്കാം. ഇതിപ്പോൾ സെയിലായിട്ടില്ല, പക്ഷേ ഓൾമോസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് തന്നെ വിളിക്കേണ്ടതാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ഞാൻ ഒന്നുകൂടെ പറയാം. 2018 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, 1,15,000 കിലോമീറ്റർ വിത്ത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്. യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ റീപ്ലേസോ ഈ വാഹനത്തിൽ വന്നിട്ടില്ല. ഇതിൻ്റെ ഇൻഷുറൻസ് വാലിഡ് ആണ്. സെക്കൻഡ് കീ അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്തിട്ടില്ല. സ്റ്റെപ്പിനി അൺയൂസ്ഡ് ആണ്. 4 ടയറുകളും പുതിയതാണ്. ഈ വാഹനം എടുക്കുന്ന ആൾക്ക്
അത് വണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന നമുക്ക് ഒന്ന് സർവീസ് ചെയ്യാൻ കൊണ്ടുപോകാനോ ഓയിൽ ചേഞ്ച് ചെയ്യാനോ യാതൊന്നുമില്ല. വണ്ടിയെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണുള്ളത്. എടുക്കുക, ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുക, ഓടുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 15,50,000 രൂപയാണ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും അവർക്ക് വാഹനം എടുക്കാൻ താല്പര്യമുണ്ട് ഡൽഹിയിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി വാഹനത്തിന് വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.